നമസ്കാരം. ദില്ലിയിൽ നടക്കുന്ന ബിജെപിയുടെ ദേശീയ കൺവെൻഷൻ അവസാനിച്ചിരിക്കുകയാണ്. ഈ ദേശീയ കൺവെൻഷനിൽ വെച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർട്ടി പ്രവർത്തകരോട് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഏറ്റവും അധികം പ്രാധാന്യത്തോടു കൂടി കൊടുക്കുന്നത് അമിത്ഷായുടെ വാക്കുകൾ തന്നെയാണ്. അതിൽ അദ്ദേഹം സ്വാഭാവികമായും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നും മോദി തന്നെ വീണ്ടും അധികാരത്തിലേറുമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വലിയ തലക്കെട്ടുകളായി എല്ലാ മാധ്യമങ്ങളിലും നിറയുന്നുമുണ്ട്. പക്ഷെ ആരും ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു കാര്യമുണ്ട്. അമിത്ഷാ വലിയ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നുമല്ല, അദ്ദേഹം ചില നേതാക്കളുടെ താല്പര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ വാചാലനായിരിക്കുന്നത്. ഒപ്പോസിഷൻ ലീഡേഴ്സ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന പ്രതിപക്ഷ നിരയിലുള്ള നേതാക്കളുടെ ചില ആഗ്രഹങ്ങളെപ്പറ്റി, ചില അച്ഛന്മാരുടെ മനസ്സിൽ എന്താണ് എന്നതിനെക്കുറിച്ചാണ് അമിത്ഷാ അവിടെ സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഭാഗം ഇങ്ങനെയായിരുന്നു: സോണിയാഗാന്ധിയുടെ ലക്ഷ്യം രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുക എന്നതാണ്. പവാർ സാഹിബിന്റെ ലക്ഷ്യമാവട്ടെ മകളായ സുപ്രിയ സുലെയെ മുഖ്യമന്ത്രിയെങ്കിലും ആക്കുക എന്നതാണ്. അവിവാഹിതയായ മമതാ ബാനർജിയുടെ ലക്ഷ്യം മരുമകനായ അഭിഷേക് ബാനർജിയെ മുഖ്യമന്ത്രി പദത്തിൽ എത്തിക്കുക എന്നതാണ്. DMKയുടെ അധ്യക്ഷനായ തമിഴകത്തിന്റെ മുഖ്യമന്ത്രിയായ MK സ്റ്റാലിന്റെ ലക്ഷ്യം മകൻ ഉദയനിധി സ്റ്റാലിനെ 2026 അധികാരത്തിൽ എത്തിക്കുക എന്നതാണ്. ലാലു യാദവ് ആവട്ടെ മകനെ മുഖ്യമന്ത്രിയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടക്കുന്നു. ഉദ്ധവ് താക്കറെയുടെ ലക്ഷ്യം മകനെ അവിടെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ്. മുലായം സിംഗ് യാദവും തൻ്റെ മകൻ മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പുവരുത്താനുള്ള എല്ലാ നീക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. കുടുംബത്തിന് വേണ്ടി അധികാരം പിടിക്കാൻ ഇത്രയധികം പ്രയത്നിക്കുന്ന അച്ഛന്മാരെ പറ്റി അല്ലെങ്കിൽ മാതാപിതാക്കളെ പറ്റി അമിത്ഷാ പരാമർശിച്ചത് വലിയ രീതിയിലുള്ള വിമർശനം എന്ന നിലയ്ക്ക് തന്നെയാണ്. എന്തായാലും ഈ ഒരു വാക്കുകൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തുൾപ്പെടെ കുടുംബ ആധിപത്യം വലിയ രീതിയിൽ ഇപ്പോൾ വെളിവായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞതിൽ ഒരു തരിമ്പ് പോലും തെറ്റില്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ BJPയുടെ ദേശീയ കൺവെൻഷനിൽ അവർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന ചർച്ചകളും നടത്തിയിട്ടുണ്ട്. എങ്ങനെയായിരിക്കണം തെരഞ്ഞെടുപ്പിന്റെ കോർഡിനേഷൻ അല്ലെങ്കിൽ പ്രചരണ തന്ത്രങ്ങൾ എങ്ങനെയായിരിക്കണം, ജനങ്ങളിലേക്ക് എങ്ങനെ എത്തണം, ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ സംസാരിക്കണം തുടങ്ങി കർശനമായ നിർദ്ദേശങ്ങൾ തന്നെ പാർട്ടി പ്രവർത്തകർക്ക് മുതിർന്ന നേതാക്കൾ നൽകിയിട്ടുണ്ട്. എന്തായാലും നരേന്ദ്രമോദി ഉൾപ്പെടെ ഇതിൽ സംസാരിച്ചിട്ടുണ്ട്. പ്രവർത്തകരെ താഴെത്തട്ടിൽ നിന്നും കൂടുതൽ ശക്തിയോടുകൂടി മുന്നിട്ടിറങ്ങുക, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറായിരിക്കുക, സജ്ജരായിരിക്കുക എന്ന സന്ദേശത്തോടു കൂടി തന്നെയാണ് ദേശീയ കൺവെൻഷൻ അവസാനിച്ചിരിക്കുന്നത്. പക്ഷെ അതിനിടയിൽ പറഞ്ഞ ഈ വാക്കുകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. തീർച്ചയായും ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.